എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. സംഭവത്തിന്റെ ഗൗരവം അറിയാലോ. വേണ്ടത് ചെയ്തോളാം. ശരി സാർ, വേണ്ടത് ചെയ്തോളാം സാർ. ഓക്കെ. ഓക്കെ സാർ. നാട്ടൊടിഞ്ഞു മടുത്തു. ഈ നരകത്തിന് പുറലോകം കണ്ട് കാലങ്ങളായി. എന്റെ തലവിധി. ഹലോ, വിജയേട്ടന്റെ മോളുടെ മാരേജ് റിസപ്ഷൻ ഇന്നല്ലേ? നമുക്ക് പോണ്ടേ? നീ പോയാ മതി, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഹലോ, നമസ്കാരം സാറേ, ഉണ്ണികൃഷ്ണനാണ്. എന്റെ ഫയലിന്റെ കാര്യം എന്തായി? ഇന്നലെ ഫയൽ ശരിയാക്കിയില്ല, എന്റെ വിധം മാറൂട്ടാ. തനിക്കറിയാം ഈ ഫോൺ നമ്പർ തന്നെ. വല്ല ആവശ്യമുണ്ട് ഓഫീസിൽ വന്നാൽ മതി. ഇങ്ങനെ ഫോൺ വിളിച്ച് ചെല്ലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനൊരു മനുഷ്യനാണ്. ആ ഉണ്ണികൃഷ്ണന്റെ ഫയൽ എന്തായി? സാറേ, ആ ഫയലിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ അവനൊരു അഹങ്കാരിയാണ്. അവൻ 2 ദിവസം കയറി ഇറങ്ങി നടക്കട്ടെ സാറേ. അത്യാവശ്യ ടെൻഷൻ ഇപ്പൊ തന്നെ ഉണ്ട്. ആ ഫയൽ ഒന്ന് പെട്ടെന്ന് നോക്കി പിടി ശശി. ഇപ്പൊ തന്നെ ശരിയാക്കാം സാർ. പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് ശരിയാക്കാം. അവരെന്താ സാഡ് ആയിരിക്കുന്നേ? വിനേട്ടാ, ഒന്ന് പോയി ഉറങ്ങിക്കൂടെ? വീട്ടിൽ വന്നാ പിന്നെ TV ന്യൂസ് അവറും തന്നെ. ഒരാളോട് മിണ്ടാൻ പോലും നേരമില്ല. 6 മരണങ്ങളിലെയും ദൃക്സാക്ഷി ജോളി ആയിരുന്നു. എന്നെ മനസ്സിലായോ? സിദ്ധാർത്ഥൻ. അപ്പം മറന്നിട്ടില്ല. കോളേജ് കഴിഞ്ഞ് 10-12 കൊല്ലമായില്ലടാ. സ്റ്റിൽ ലുക്കിംഗ് യങ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിനു, ഞാൻ ആകെ മാറിപ്പോയി. എവിടെ പോയിടാണ് എൻ്റെ കളിയും ചിരിയത്? ഞാനും അന്വേഷിക്കുന്നത് തന്നെയാണ്. എനിക്കിപ്പോൾ വീട്, ഓഫീസ്, ഇത് മാത്രമേ ഉള്ളൂ. ഒരു തരം മെക്കാനിക്കൽ ലൈഫ്. എടാ, ഈ സ്ട്രെസ്സ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ കാര്യം തന്നെ നോക്ക്. അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ ആവശ്യത്തിലധികം സ്ട്രെസ്സുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. എത്ര തിരക്കാണെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം. വല്ലപ്പോഴും ഒരു ടൂർ, ഒരു സിനിമ, ഒരു ഡിന്നർ, ഇതിലൊക്കെയല്ലേടാ ജീവിതം ഇരിക്കുന്നത്. എൻ്റെ കുടുംബം ആഗ്രഹിച്ചപ്പോഴൊന്നും എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ജീവിതം ആസ്വദിക്കാൻ ഞാൻ മറന്നുകൊണ്ട് അവള് എന്നെ വെറുക്കുന്നുണ്ടാവില്ലടാ. എൻ്റെ മോനും. ജീവിതം ഇത്രയൊന്നും ഗൗരവം ആവശ്യമുള്ള സംഗതിയല്ല. പിന്നെ
അതൊരു തമാശ പോലെ ആസ്വദിക്കാൻ പറ്റണം. പഴയ വിനു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ക്യാമ്പസിലെ താരമായിരുന്നില്ലേ നീ? കവിതകളും പ്രസംഗവും എല്ലാം ആയിട്ട് ഓർക്കുന്നില്ലേ? ജീവിതം ഒരിക്കലും ഒരൊറ്റപ്പെട്ട ദ്വീപ് പോലെ ആകരുത്. ജനലും വാതിലും അടച്ച് അതിനെ ഒരൊറ്റ മുറിയിൽ തളക്കുകയില്ല. ജീവിതം ഒരു കലാലയം പോലെയാണ്. അവിടെ പാട്ടും കവിതയും വേണം, നക്ഷത്രങ്ങളുടെ നൃത്തമുണ്ടാവും. ജീവിതം അത്രയൊന്നും ഗൗരവം ആവശ്യമുള്ള സംഗതിയല്ല എന്ന തിരിച്ചറിവുണ്ടാവട്ടെ. ജീവിതത്തിന്റെ നിറവും മിഴിവും എന്നും നിലനിൽക്കട്ടെ, ആഘോഷമായി തീരട്ടെ.